ഇന്ത്യൻ ദന്തൽ അസോസിയേഷന്റെ ഹെപ്പറ്റൈറ്റിസ് ബി പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. ദന്തൽ ക്ലിനിക്കുകളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരെയും ദന്തൽ ജീവനക്കാരെയും ഉൾപ്പെടുത്തി സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ കേരള ഘടകം IDA-D സേഫ് എന്ന ഹെപ്പറ്റൈറ്റിസ് ബി പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആദ്യഘട്ടമാണ് പൂർത്തിയായത്. മെയ് 3, ഓഗസ്റ്റ് 30 ദിവസങ്ങളിൽ നടക്കുന്ന വാക്സിനേഷൻ ക്യാമ്പോടെ പദ്ധതി പൂർത്തിയാകും. IDA കരുനാഗപ്പള്ളി ബ്രാഞ്ച്, ഭരണിക്കാവ്, എലിസ്റ്റർ ഹെൽത്ത് കെയർ എന്നിവ സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ദന്തൽ ക്ലിനിക്കുകളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരെയും മറ്റു ദന്തൽ ജീവനക്കാരെയും ഉൾപ്പെടുത്തി സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കരുനാഗപ്പള്ളി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ 160ഓളം പേരെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 39 IDA ഉപശാഖകളിലൂടെ സംസ്ഥാനത്തൊട്ടാകെ ഒരേ സമയമാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഡോക്ടർ രഞ്ജിത് കുമാർ, ഡോക്ടർ രത്നകുമാർ, ഡോക്ടർ ബല്യശ്രീ, ഡോക്ടർ ആതിര എസ് മോഹൻ, ഡോക്ടർ സൂരജ് കെ നായർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി എതിരായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അതിനെതിരായിട്ടുള്ള ഒരു വാക്സിനേഷൻ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണിത്. അപ്പം കേരളം ഒട്ടാകെ ഇന്ന് അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഡി സേഫ് എന്ന് നമ്മളുടെ ക്ലിനിക്കിലെ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടും ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടും IDA രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്ലിനിക്കുകളിലെ സ്റ്റാഫിനും ഡോക്ടേഴ്സിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഡോക്ടർ ബാലശ്രീ, കരുനാഗപ്പള്ളി ബ്രാഞ്ച് IDA-D സേഫ് കോർഡിനേറ്റർ ആണ്. ഇന്ന് കേരളം ഒട്ടാകെ IDA-D സേഫ് എന്ന ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആദ്യത്തെ ഡോസ് മാർച്ച് 29, ഇന്ന് ഞായറാഴ്ചയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അടുത്ത ഡോസ് മെയ് 3-നും മൂന്നാമത്തെ ഡോസ് ഓഗസ്റ്റ് 30-നുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. IDA രജിസ്റ്റേർഡ് ആയിട്ടുള്ള എല്ലാ ഡെന്റിസ്റ്റുമാർക്കും അവരുടെ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന മറ്റ് ജീവനക്കാർക്കുമായിട്ടാണ് ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത്. 39 ഉപശാഖകളിലായിട്ട് ഏകദേശം 4000 പേരാണ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് അപേക്ഷയും നമ്മൾ നൽകിയിട്ടുണ്ട്. ബ്യൂറോ, കരുനാഗപ്പള്ളി.